ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതുവും അപർണികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതാഞ്ജലി, എത്രയും പെട്ടെന്ന് എനിക്ക് ഗീതാഞ്ജലിയെ കാണണം. അതിനെന്താ അപർണിക ഇങ്ങ് പോരെ? അങ്ങോട്ടേക്ക് വന്നാൽ ശരിയാവില്ല. ഗീതാഞ്ജലിയുടെ കയ്യിൽ നിന്നും കിഷോർ തട്ടിയെടുത്ത വീഡിയോ ക്ലിപ്പുകളിൽ ഒന്ന്, അതും രാധികാമ്മ ഗീതാഞ്ജലിയോട് സംസാരിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഗീതാഞ്ജലിയെ കാണണമെന്ന് പറഞ്ഞത്. അതറക്കല്ലോ ഒന്ന് സംസാരിക്കാനും പറ്റില്ലല്ലോ. അത് കേട്ടതും ഗീതാഞ്ജലിക്ക് ഒരുപാട് സന്തോഷമായി. ഇത് സന്തോഷത്തോടെ എന്നാ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചേക്ക്, ഞാൻ പറയുന്നിടത്ത് വെച്ച് കാണാം, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. അത് കേട്ടതും അപർണിക ശരി ഗീതാഞ്ജലി എന്നും പറയുകയാണ്. ഈ സമയം വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാനായിട്ട് അപർണിക തുടങ്ങുക. അപ്പോഴേക്കും ഗീതു ആലോചിക്കുകയാണ്, ഈ വീട്ടിലെ രാധികാമ്മയുടെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും രാധികാമ്മയ്ക്ക് ഇവിടെ ഒരു ബലവും ഉണ്ടാവില്ല. അവരെ ഇവിടെ നിന്ന് മാട്ടിയിറക്കാനുള്ള തെളിവുകൾ അപർണിക എനിക്ക് കണ്ടെത്തി തന്നു കഴിഞ്ഞു. എത്രയും കഷ്ടപ്പെട്ട് ഞാൻ ശേഖരിച്ച തെളിവുകളെല്ലാം ഒരു മിനിറ്റ് കൊണ്ടെല്ലാം തട്ടിയെടുത്തവനാ കിഷോർ. അവനോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ അവൻ ചെയ്ത ഈ ക്രൂരതയ്ക്ക് തിരിച്ചടിയായി അവന് ശിക്ഷ കൊടുത്തേ മതിയാവും. എന്തായാലും അപർണികയെ ചെന്നൊന്ന് കാണാം. ഇത്രയും നല്ലൊരു കാര്യം എനിക്ക് ചെയ്തു തന്നിട്ട് ഞാൻ അവളെ കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി സുന്ദരിയായി ഗീതു അപർണികയുടെ അടുത്തേക്ക് ചെല്ലുക. എന്തായി അപർണിക, എങ്ങനെയാണ് ഇത് ഒപ്പിച്ചത്? എൻ്റെ ഗീതാഞ്ജലിയും ഈ വീഡിയോസ് ഇവൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് 2-3 ദിവസം മുമ്പാണ്. അവൻ രാധികാമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു. എന്താ പറഞ്ഞെന്നറിയാമോ? മര്യാദയ്ക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോസ് ഗീതുവിന് അയച്ചു കൊടുക്കുമെന്നോ ഗോവിന്ദ് സാറിന് അയച്ചു കൊടുക്കുമെന്നോ എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്കത്ര വിശ്വാസം തോന്നിയില്ല. പിന്നെ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനല്ലേ. അതുകൊണ്ട് രാധികാമ്മയുടെ കയ്യിൽ നിന്നും പണം തട്ടാൻ ഇവൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മൊബൈലിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അന്ന് മുതൽ ഇവൻ്റെ മൊബൈലിൽ ലോക്ക് എടുക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഇന്നലെ രാത്രി അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് പോത്തുപോലെ ഉറങ്ങുമായിരുന്നു. അവൻ്റെ കൈവിരലുകളെടുത്ത് അതിൽ നിന്ന് ഫിംഗർ ലോക്ക് ഓണാക്കി ഞാൻ ഈ വീഡിയോകൾ സെർച്ച് ചെയ്തു. മറ്റ് 2 വീഡിയോ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ രാധികാമ്മയെ കൊടുക്കാനുള്ള വീഡിയോ ഇതിൽ കണ്ടതും ഉടനെ തന്നെ അത് എൻ്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യുകയായിരുന്നു. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ മൊബൈൽ അവിടെ വെച്ചിട്ട് ഞാൻ തന്നെ രാവിലെ ആയപ്പോൾ തന്നെ വിളിക്കുമായിരുന്നു. സമാധാനമായി അപർണിക, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എത്ര കഷ്ടപ്പെട്ട ആ വീഡിയോകളൊക്കെ ഞാൻ ശേഖരിച്ചെന്നറിയാമോ? ഇത് മാത്രമല്ല, ആ സുവർണ എന്നോട് സംസാരിക്കുന്നതും വരുൺ എന്നോട് സംസാരിക്കുന്നതും ഒക്കെയുണ്ട്. സുവർണ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ അപർണിക ഞെട്ടും. എന്താ സുവർണ പറഞ്ഞത്? ഗോവിന്ദേട്ടനെയും എന്നെയും കൊല്ലാൻ പിന്നിൽ നിൽക്കുന്നത് രാധികാമ്മയും വരുൺ സാറും ആണെന്നൊക്കെ മാഡം ഗോവിന്ദ് സാറിനോട് പറഞ്ഞാലും ഗോവിന്ദ് സാറ് വിശ്വസിക്കില്ല എന്ന്. അങ്ങനെ അവളെ കുറേ തല്ലിയതിന് ശേഷമാണ് ഞാൻ അതൊക്കെ പറയിപ്പിച്ചത്. പക്ഷേ ആ വീഡിയോസുകളൊക്കെ 1 മിനിറ്റ് കൊണ്ട് കാണാതായപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് നിന്നു പോകുന്ന അവസ്ഥയായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, വിധിയെന്ന് കരുതി ഞാൻ എല്ലാം സഹിച്ചു, ക്ഷമിച്ചു എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും സാരമില്ല, എന്നാൽ തോൽവിയല്ല, ഇവിടെ തോൽവിയുടെ ഒരു ഭാഗമാണ് വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് തോൽവി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ അന്ന് തോറ്റുപോയ ഗീതു ഇന്ന് ഗോവിന്ദ് സാറിൻ്റെ മുൻപിൽ വിജയിക്കണം. അതിനു വേണ്ടിയാണ് ഈ വീഡിയോസുകൾ വീണ്ടും എൻ്റെ മുന്നിലെത്തിയത്. കിഷോർ എന്ന് പറയുന്ന ചതിയൻ്റെ ചതിയിൽ നിന്നും ഗീതു രക്ഷപ്പെട്ടു. അതിൻ്റെ പിന്നിലാരാ? ദൈവം. പക്ഷേ ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല. അവനെപ്പോലെ ഒരുത്തനെ എൻ്റെ ജീവിതത്തിലേക്ക് തള്ളിവിട്ട് എൻ്റെ ജീവിതം ഈ ഒരവസ്ഥയിലാക്കിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് തെറ്റ ചെയ്തെന്നും എനിക്കറിയില്ല. എന്നാലും ഗീതു ഭാഗ്യം ചെയ്തവളാണ്. അതുകൊണ്ടാണ് ഗീതാഞ്ജലിയുടെ കൂടെ ദൈവം ഉള്ളത്. എന്തൊക്കെയായാലും ഗീതാഞ്ജലി ദൈവം കൂട്ടുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഗീതാഞ്ജലി രക്ഷപ്പെടുന്നത്. ദേ കണ്ടില്ലേ, ഇപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ തെളിവുകൾ എത്ര പെട്ടെന്നാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. ഇത് തന്നെ ഒരു ഭാഗ്യമല്ലേ? അതേ അപർണിക, എല്ലാത്തിനും കാരണക്കാരി താൻ മാത്രമാണ്. താനുണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോസുകൾ എനിക്ക് തിരിച്ചു കിട്ടിയത്. സന്തോഷമായി, താങ്ക്സ്, ഒരുപാട് നന്ദി എന്നൊക്കെ പറയാം. ഇതിനൊന്നും നന്ദി പറയേണ്ട ആവശ്യമില്ല ഗീതാഞ്ജലി. ഇതൊക്കെ ഞാൻ തനിക്ക് തരുന്ന ഒരു ഇതൊന്നുമല്ല, തന്നോടുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും എന്നും തന്നോടൊപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ അപർണിക കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഗീതു ചെല്ലുക. നഷ്ടപ്പെട്ടു പോയ ആ വീഡിയോസുകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി
കാണിച്ചു തരാൻ പറയണം. അപ്പോൾ ഗീതു അത് വേണ്ട, ഞാൻ ഗോവിന്ദേട്ടനെ കാണിച്ചിട്ട് അമ്മയെ കാണിക്കാം. അന്ന് നീ ഇങ്ങനെ ചെയ്തിട്ടല്ലേ അവസാനം ആ വീഡിയോ ക്ലിപ്പുകൾ നഷ്ടപ്പെട്ടത്. ഒരു കാര്യം ചെയ്, ആ വീഡിയോസുകൾ എൻ്റെ മൊബൈലിലേക്ക് അയക്ക്. അത് കേട്ടതും അത് വേണം ഗീതു, നിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അതറിഞ്ഞാൽ തട്ടിയെടുക്കാൻ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ട് നീ രക്ഷപ്പെടും. അത് കേട്ടതും ഗീതു അത് ശരിയാണല്ലേ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ വീഡിയോസ് വിജയലക്ഷ്മിയുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കുക. അതെടുത്തതും വിജയലക്ഷ്മിയെ ആ വീഡിയോസുകൾ കണ്ടു. എന്നിട്ട് സങ്കടത്തോടെ ഗീതുവിനോട് പറയുക, ഇവളൊരു ഫ്രോഡാ മോളെ, പക്ക ക്രിമിനൽ. ഇവളെ പോലെ ഒരുത്തിയെ ജയിക്കാൻ മോൾക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ മോള് ജയിക്കണം. നീ ഇവളെ ജയിച്ചാലേ എനിക്ക് അറക്കലിലേക്ക് വരാൻ പറ്റൂ, എൻ്റെ മോനെ കാണാൻ പറ്റൂ. ഇനിയെങ്കിലും പറ അമ്മയ്ക്ക് എന്താ ഉണ്ടായേ? എന്തിനാ അമ്മ അറക്കലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? അതൊക്കെ എനിക്കറിയണം. അതൊക്കെ നിനക്ക് അധികം വൈകാതെ മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും ഗോവിന്ദൻ്റെ മനസ്സിൽ എന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റണം. അങ്ങനെ മാറിയാൽ ഉറപ്പായിട്ടും ഗോവിന്ദ് തന്നെ നിന്നോടെല്ലാം പറയും. അതുകൊണ്ടാണ് അമ്മ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയാം. അമ്മ വിഷമിക്കണ്ട, ഗോവിന്ദേട്ടനെയും അമ്മയെയും ഞാൻ ഒന്നിപ്പിക്കും. രാധിക എന്ന് പറയുന്ന ഈ വിഷത്തെ ഞാൻ അറക്കലിൽ നിന്നും ഇറക്കിവിടും. അതിനുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഗീത വിജയലക്ഷ്മിക്ക് വാക്ക് കൊടുക്കുക. മോളെ സൂക്ഷിക്കണം, വിഷപ്പാമ്പ രാധിക. അവളെന്തെങ്കിലും ചെയ്യും. ഇല്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എനിക്കതൊന്നും ഏൽക്കില്ല. എന്നോടൊപ്പം ദൈവമുണ്ട്. കാരണം ഞാൻ നിൽക്കുന്നത് നന്മയുടെ കൂടെയാണ്, സത്യത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ഞാൻ വിജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടമ്മേ. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ദിവസം എനിക്ക് ഈ വീഡിയോസുകൾ കിട്ടിയത് എന്നൊക്കെ പറയാണ്. ശരി മോളെ, എന്നാൽ നീ വിജയിക്കട്ടെ എന്നും പറഞ്ഞ് ഗീതുവിനെ അനുഗ്രഹിച്ച് വിജയലക്ഷ്മിയോടാണ് അങ്ങനെ ഗീതു പോയി കഴിഞ്ഞതും, ഈശ്വര ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരിക്കലും എൻ്റെ ഗോവിന്ദേട്ടനെയോ എൻ്റെ മോനെയോ ഉപേക്ഷിച്ച് ഞാൻ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ വരേണ്ടി വന്നതിൽ കാരണക്കാരി ആ രാധികയാണ്. അവളുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കണം എൻ്റെ മോനും മറ്റുള്ളവരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം വീട്ടിലെത്തിയ ഗീതു ഗോവിന്ദനുമായിട്ട് സംസാരിക്കുക. കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ അതിവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയി മാറി നിന്ന് സംസാരിക്കണം. നമുക്കൊരു ടൂർ പോയാലോ? അതിനെന്താ, നമുക്ക് വല്ല കൊടൈക്കനാലിക്കോ ഊട്ടിക്കോ പോയാലോ? ഹായ്, കൊടൈക്കനാലോ എന്നും ഗീതു ചോദിക്കുക. അതെ, എന്താ വരുന്നുണ്ടോ? അപ്പോൾ ഗീതു ആലോചിക്കുകയാണ്, എൻ്റെ കണ്ണേട്ടനോടൊപ്പം കൊടൈക്കനാൽ പോകാൻ നല്ല രസമായിരിക്കും. എൻ്റെ മനസ്സിലെ ഇഷ്ടം കണ്ണേട്ടനോട് അവിടെ വെച്ച് തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ആലോചിച്ച് ഗീതു. നീ എന്താ ഗീതു ആലോചിക്കുന്നേ? ഒന്നുമില്ല കണ്ണേട്ടാ. ശരി, കൊടൈക്കനാലോ ഊട്ടിക്കോ പോവാം. എവിടെയെങ്കിലും കണ്ണേട്ടൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോ എന്നും പറയാം. ടിക്കറ്റോ? നമുക്ക് കാറിൽ പോവാം, അതല്ലേ രസം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും ഗീതു. ഈ സമയം ഗീതു ആലോചിക്കുകയാണ്, ഇല്ല, ഇപ്പം ഞാനും കണ്ണേട്ടനും അല്ല ഒന്നിക്കേണ്ടത്. ആ അമ്മയ്ക്ക് മകൻ്റെ സ്നേഹം കിട്ടണം. അതിന് ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയേ പറ്റൂ. അമ്മയെയും മകനെയും ഒന്നിപ്പിച്ചതിന് ശേഷം ഞാനും എൻ്റെ ഭർത്താവും ഒന്നിച്ചാൽ മതി. അതായിരിക്കും നല്ലത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു വിജയലക്ഷ്മിയെ ഫോൺ വിളിക്കുക. ഹലോ അമ്മേ. എന്താ മോളെ? എനിക്ക് അമ്മയെ ഒന്ന് കാണണം. എന്താണെങ്കിലും മോള് പറഞ്ഞോ, അല്ലെങ്കിൽ വേണ്ട. അമ്മയെ ഞാൻ കണ്ടാൽ ശരിയാവില്ല. അമ്മേ, നാളെ ഒന്ന് റെഡിയായി നിൽക്കണം. എവിടെ പോകാനാ മോളെ? അതൊക്കെ ഞാൻ പറയാം. എന്തായാലും അമ്മ റെഡിയായി നിൽക്കണം. എന്നിട്ട് എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നാളെ ഞാൻ അങ്ങോട്ട് വരും. എന്നാൽ ശരി മോളെ. എന്താണെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. നാളെ അമ്മയുടെ ജീവിതം മറിയാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഗീതു ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം ഗീതു, അപ്പോൾ കൊടൈക്കനാൽ പോകാൻ തയ്യാറായിക്കോ കേട്ടോ. ശരി കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം അജാസിനെയും വിളിച്ച് ഗീതു തൻ്റെ പ്ലാനുകളൊക്കെ പറയുക. അജാസിക്ക, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിന് അജാസിക്ക എൻ്റെ കൂടെ നിൽക്കണം. അതിനെന്താ, ഞാനുണ്ടാവും എൻ്റെ പെങ്ങളോടൊപ്പം. എൻ്റെ പെങ്ങളോടൊപ്പം നിൽക്കാതെ ഞാൻ പിന്നെ ആരോടൊപ്പം നിൽക്കാനാ എന്നൊക്കെ പറഞ്ഞ അജാസും. എന്നാൽ അജാസിക്ക് ഭക്ഷണം കഴിച്ചോ? അതൊക്കെ കഴിക്കാൻ പോവുക. എന്തായാലും എൻ്റെ പെങ്ങള് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ, ആ സന്തോഷം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് ഇങ്ങനെ ഭയങ്കര ത്രില്ലിൽ നിൽക്കും. അങ്ങനെ നേരം വെളുത്തതും നമ്മുടെ ഗീതു വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് റെഡിയായിട്ട് പോവുകയാണ്. അമ്മേ, എന്തൊക്കെയായാലും എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. ഇതുപോലെ അമ്മ വഴിയിൽ കാത്തു നിൽക്കണം. ഞാനും ഗോവിന്ദേട്ടനും കാറിൽ വരും. ആ സമയത്ത് അമ്മ ഗോവിന്ദേട്ടൻ്റെ കാറ് തടയണം. എൻ്റെ പൊന്നെ, നേരം വെളുക്കെ ഞാൻ അവൻ്റെ കാറ് തടയണമെന്നോ? അങ്ങനെ ഞാൻ തടഞ്ഞാൽ അവൻ എന്നെ പച്ചയ്ക്ക് കത്തിക്കും. എത്രയൊക്കെ ആയാലും അമ്മ കണ്ണേട്ടൻ്റെ പെറ്റമ്മയാ. ആ ഒരു സ്നേഹം എപ്പോഴും കണ്ണേട്ടൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കുണ്ടാവും. ഏതോ ഒരു സ്ത്രീ കയറി വന്ന് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊടുത്തു എന്ന് കരുതി ഒരു പെറ്റമ്മയോടുള്ള സ്നേഹം ഒരിക്കലും മക്കൾക്ക് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് അമ്മ നോക്കിക്കോ,
അമ്മയെ എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും ഗോവിന്ദേട്ടൻ്റെ മുഖത്ത് അമ്മയോടുള്ള സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയായാലും അമ്മ വണ്ടിയുടെ മുൻപിൽ തടയണം, എന്നിട്ട് വണ്ടി നിർത്താൻ പറയണം. ആ സമയത്ത് വണ്ടിയിൽ നിന്നും ഞാൻ ഇറങ്ങി അജാസിക്കയുടെ കാറിൽ കയറും. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ കൊടൈക്കനാലിലേക്ക് പോകുന്നു. കൊടൈക്കനാലോ? അവനോടൊപ്പം എൻ്റെ മോളെ, നീ എന്നെ പുലിയുടെ മേടയിലേക്ക് ഇടുന്നത് അവസ്ഥയാണ്. ഒരിക്കലുമില്ല. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന യാത്രയിൽ എല്ലാ സത്യങ്ങളും അമ്മ കണ്ണേട്ടനോട് തുറന്നു പറയണം. എന്തിനാണ് അമ്മ കണ്ണേട്ടനെ വിട്ട് വന്നതെന്നും എന്തിനു വേണ്ടിയാണ് രാധികാമ്മ അവിടെ കയറി കൂടിയതെന്നും ഒക്കെ അമ്മ പറഞ്ഞു കൊടുക്കണം. കണ്ണേട്ടൻ വിശ്വസിക്കും. കണ്ണേട്ടൻ വിശ്വസിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കണ്ണേട്ടനുമായിട്ട് മനസ്സ് തുറക്കാൻ വേണ്ടിയാണ് ഞാൻ മാറി നിൽക്കുന്നത്. കേട്ടല്ലോ? എന്നാൽ ശരി മോളെ, നീ പറഞ്ഞതുപോലെയൊക്കെ അമ്മ ചെയ്യാം. അങ്ങനെ ചെയ്താലേ അമ്മയ്ക്കും മോനും ഒന്നിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുകയാണ്. ഈ സമയം ഗീതുവും ഗോവിന്ദൻ്റെ കാറിൽ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും വിജയലക്ഷ്മി വണ്ടി തടഞ്ഞു. ഈ സമയം വണ്ടി തടഞ്ഞതും ഗീതു വിജയലക്ഷ്മിയോട് ഗോവിന്ദ് ചോദിക്കുക, എന്തിനാ നിങ്ങൾ എൻ്റെ വണ്ടിയുടെ മുൻപിൽ വന്നത്? ഒരു സന്തോഷമുള്ള കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയാണോ വന്ന് വട്ടം നിൽക്കുന്നത്? അത് കേട്ടതും, മോനെ, എനിക്ക് നിന്നോട് എന്താ നിങ്ങൾ വിളിച്ചത്? എന്നെ അങ്ങനെയൊന്നും വിളിക്കരുത്. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യവും കേൾക്കണ്ട. അതല്ല, എൻ്റെ കാറൊന്ന് കേടായി. അതുകൊണ്ട് എനിക്ക് മോനോട് നിങ്ങളോടൊപ്പം വരണമെന്നുണ്ട്. ഞാൻ നിങ്ങളെ എവിടെ കൊണ്ട് ഇറക്കി വിടാനാ? എന്നെ നിങ്ങൾ പോകുന്നിടത്ത് കൊണ്ടുപോകാവോ? അത് കേട്ടതും, ഞങ്ങൾ പോകുന്നിടത്ത് തന്നെ നിങ്ങൾ വരുന്നത്? അവിടെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അത് കേട്ടതും ഗീതു കാറിൽ നിന്നിറങ്ങി. അതിനെന്താ അമ്മേ, അമ്മ കയറിക്കോ, അമ്മ കയറിയേ എന്നും പറഞ്ഞ് കാറിലേക്ക് കയറ്റുക വിജയലക്ഷ്മിയെ. അതിനുശേഷം കാറിൻ്റെ ഡോറടച്ച് ഗോവിന്ദനോട് വണ്ടി എടുക്കുക കണ്ണേട്ടാ എന്നും. അപ്പോൾ ഗോവിന്ദ് വണ്ടിയെടുത്ത് പോയതും ഗീതു പതുക്കെ വണ്ടിയിൽ നിന്ന് മാറി. അല്ല ഗീതു, നീ ഒന്നും പറയണ്ട, പെട്ടെന്ന് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെയും വിജയലക്ഷ്മിയെയും ഒറ്റക്കാക്കിയിട്ട് അജാസിക്കിൻ്റെ അടുത്തേക്ക് പോവുക. അപ്പോഴേക്കും അവർ കാറെടുത്ത് പോയി. എന്തിനാ ഗീതു ഇങ്ങനൊരു കാര്യം ചെയ്തേ? ഒരിക്കലും ആ അമ്മയ്ക്ക് മകൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. മകൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരമ്മയ്ക്ക് വേണ്ടി ഞാനൊന്ന് മാറി നിൽക്കുന്നത് നല്ലതല്ല അക്ക. എന്തായാലും ഞാനും കണ്ണേട്ടനും കൂടെ പോകുന്ന ട്രിപ്പല്ല ഇപ്പം പ്രാധാന്യം. ആ അമ്മയും മകനും ഒന്നിക്കണം. അവർ രണ്ടുപേരും ഒന്നിച്ച് എൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാനും എൻ്റെ കണ്ണേട്ടനും കൊടൈക്കനാലോ ഊട്ടിയോ എവിടെ വേണമെങ്കിലും പോകും. അതാണ് സന്തോഷം. അല്ലേ അജാസിക്ക? അത് ശരിയാ. ഗീതുവിന് നല്ലതേ വരും. ആ അമ്മയുടെ മനസ്സ് കാണാൻ പറ്റിയല്ലോ. ആ അമ്മയുടെ വിഷമങ്ങൾ തീർക്കാൻ ഗീതുവിന് സാധിച്ചല്ലോ എന്നൊക്കെ പറയുകയാണ്. ഈ സമയം കൊടൈക്കനാലിലെത്തി. വിജയലക്ഷ്മിക്കാണെങ്കിൽ തണുത്തിട്ട് ഒരു രക്ഷയില്ല. ദേ മോനെ, നല്ല തണുപ്പ്, ഇത്തിരി ചൂടോടെ എന്തെങ്കിലും കിട്ടിയാൽ നല്ലതായിരുന്നു. അത് കേട്ടതും ഗോവിന്ദ് നേരെ പോയി ഒരു ചായ മേടിച്ചുകൊണ്ട് വന്ന് വിജയലക്ഷ്മിക്ക് കൊടുക്കുക. എന്നോട് ദേഷ്യമുണ്ടെങ്കിലും നിനക്ക് എന്നോട് സ്നേഹക്കുറവൊന്നുമില്ലയെന്ന് ഈ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. എന്തിനാടാ എന്നെ ഇങ്ങനെ തള്ളിപ്പറയുന്നേ? ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? എനിക്ക് നീയല്ലാതെ വേറെ ആരോ ഉള്ളേ? ഇത് കേട്ടതും, മിണ്ടിപ്പോരുത് നിങ്ങൾ. ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അച്ഛനെ എന്തിനും ഉപേക്ഷിച്ചു? എന്നെ എന്തിനും ഉപേക്ഷിച്ചു? നിങ്ങൾ എന്നെയും എൻ്റെ അച്ഛനെയും ഉപേക്ഷിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തകർന്നു പോയായിരുന്നു. ഒരുപക്ഷെ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് രാധികാമ്മ കയറി വന്നപ്പോൾ നിങ്ങളുടെ സ്നേഹം അവർ കൊടുത്തപ്പോൾ അച്ഛൻ സന്തോഷിതനായി. എന്നാൽ ഞാൻ ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ, ഒരമ്മയുടെ വാത്സല്യം കിട്ടാതെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ? എന്നിട്ടും ആ വിഷമമൊന്നും എന്നെ അറിയിക്കാതെ രാധികാമ്മ എന്നെ അതൊക്കെ മറപ്പിച്ച് എന്നെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി തന്നത് എന്നൊക്കെ പറയുകയാണ്. എടാ മോനെ, നീ വിശ്വസിക്കുന്നതൊക്കെ കള്ളവാ. ഒരിക്കലും രാധിക നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ വലിയ ചതി ഉണ്ടാവും. പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോയിട്ടില്ല. നിന്നെയോ എൻ്റെ മാധവേട്ടനെയോ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് മനസ്സും ഉണ്ടായിരുന്നില്ല. അന്ന് സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ മോനോട് പറയാം. അതെല്ലാം കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അമ്മയ്ക്കെല്ലാം തുറന്നു പറയാൻ പറ്റൂ. ഇത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞു. ഗോവിന്ദൻ്റെ മനസ്സ് ഗോവിന്ദനോട് തന്നെ ചോദിച്ചു, എന്തിനായിരിക്കും, പിന്നെ എങ്ങനെയായിരിക്കും എൻ്റെ അമ്മ അവിടെ നിന്നും പോകുന്നതെന്ന്. അതൊക്കെ കേൾക്കാൻ ഗോവിന്ദ് തയ്യാറായി. അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞതും ഗോവിന്ദ് ഞെട്ടി. കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് അമ്മയോട് ക്ഷമിക്കും മോനെ, ഒരിക്കലും അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മയെ എന്നേക്കുമായി അകറ്റിയതാണ് നിങ്ങളിൽ നിന്നും. അത്രയേ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും അമ്മയെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. ഈ അമ്മയ്ക്ക് എൻ്റെ മോനെ സ്നേഹിക്കണം. അതുപോലെ എൻ്റെ മോൻ്റെ സ്നേഹവും അമ്മയ്ക്ക് വേണം.
അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. എൻ്റെ മോള് രഞ്ജു, അവൾ എന്നെ മനസ്സിലാക്കി. അവൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. വയസ്സായി, ഇനിയും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായി. ആ സമയത്ത് മക്കളൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിലോ എന്ന് ആലോചിച്ച് പോകുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. അതുകൊണ്ട് മോൻ എന്നെ മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി കരയുക. ഇത് കേട്ടതും എവിടെയോ ഒരു പതർച്ച. ഗോവിന്ദൻ്റെ മനസ്സ് നടറി. എന്ത് ചെയ്യാനാ, ഞാൻ എൻ്റെ അമ്മയോട് ചെയ്യുന്നത് ദ്രോഹമാണോ എന്ന് വരെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഗോവിന്ദ്. അതെ, ഗീതുവിൻ്റെ അടുത്ത ലക്ഷ്യവും പൂർത്തിയാവുകയാണ് പ്രേക്ഷകരെ. അമ്മയെയും മകനെയും ഒന്നിപ്പിക്കുമെന്ന് വിജയലക്ഷ്മിക്ക് വാക്ക് കൊടുത്തതുപോലെ തന്നെ ഗീതു ആ കൃത്യവും ചെയ്യുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഒരു പുതുമുഖത്തെയാണ്. ഫോട്ടോ നോക്കിക്കൊണ്ട് ജയിലിനുള്ളിലിരുന്ന് അവർ പറയുകയാണ്, വിടില്ല ഞാൻ, ഇനി എൻ്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഒരിക്കലും ഞാൻ അവരെ സന്തോഷിക്കാൻ അനുവദിക്കില്ല. ഒരിക്കലും അവർ സന്തോഷിക്കാനും പാടില്ല. നാശത്തിൻ്റെ നാളുകൾ തുടങ്ങിക്കഴിഞ്ഞു, വെറുതെ വിടില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു അജ്ഞാത പെണ്ണിനെ കാണിക്കുന്നത്. അതെ, പുതുമുഖമാണ് പ്രേക്ഷകരെ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. സീരിയലിൽ അവർ ആരായിരിക്കും യഥാർത്ഥ വില്ലത്തി, ആർക്കൊപ്പം നിൽക്കും? അതായത് രാധികയോടൊപ്പം നിൽക്കുന്ന വില്ലത്തിയാണോ, ഇല്ലെങ്കിൽ വിജയലക്ഷ്മിക്കൊപ്പം നിൽക്കുന്നവളാണോ, അല്ലെങ്കിൽ ഗോവിന്ദനെ തകർക്കാൻ വന്നവരാണോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. അവരെ കാണിക്കുന്നതോടുകൂടെ ഗോവിന്ദനും വിജയലക്ഷ്മിക്കും ആക്സിഡൻ്റ് ആവുകയാണ്. അതെ, ഇനി എന്തൊക്കെ സംഭവിക്കും? ഈ ആക്സിഡൻറ്റിലൂടെ മകൻ അമ്മയുടെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.